തെറ്റിയവർ മരുഭൂമിയിൽ കൃപ കണ്ടെത്തിയെന്ന് പറയുന്നു. 2009 മുതൽ സൗദി എന്ന അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തിൽ തുടങ്ങിയ സഞ്ചാരത്തിൽ എവിടെയൊക്കെയാണോ കർത്താവിൻ്റെ വചനം സ്വാതന്ത്ര്യത്തോടുകൂടെയും അല്ലാതെയും ശുശ്രൂഷിക്കാൻ തക്കവണ്ണമുള്ളോ അങ്ങനെയുള്ള എല്ലാ മരുഭൂമിയിലെയും അല്ലെങ്കിൽ GCC കൺട്രികളിൽ പോയി കർത്താവിനെ പ്രസംഗിക്കേണ്ട അവസരം കർത്താവ് ഒരുക്കി. കൃപയാൽ ബഹ്റൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ ബഹ്റിലും കടന്നു വന്ന് കർത്താവിനെ പ്രസംഗിക്കുവാനുള്ള അവസരം ഒരുക്കി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും അവൻ അറബി ദേശത്തിൽ മാറിയിരുന്ന് അല്ലെങ്കിൽ മരുഭൂമി പോയി മാറിയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പൗലോസും അറബി മരുഭൂമി പോയി ദൈവസന്നിധിയിൽ മാറിയിരുന്ന് 40 ദിവസം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ഈ മരുഭൂമിയിലെ മന്ന അല്ലെങ്കിൽ മരുഭൂമിയിലെ ദൂത്, മരുഭൂമിയിലെ വെളിപ്പാട്, മരുഭൂമിയിലെ ആലോചന, മരുഭൂമിയിലെ അരുളപ്പാട് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ശ്രേഷ്ഠതും പ്യുവറാണ്. അത് കരുത്തുറ്റതാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ബോധ്യപ്പെടുകയുള്ളൂ. എനിക്ക് സന്തോഷമുണ്ട് ഈ മരുഭൂമിയിൽ തൻ്റെ ജനത്തിന് വേണ്ടി ദൈവശബ്ദം അറിയിക്കുവാനും ദൈവശബ്ദം എനിക്ക് അനുഭവിപ്പാനും ശുശ്രൂഷയിൽ ബോധ്യപ്പെടുവാനും ഒക്കെ അവസരമൊരുക്കി. ഇന്ന് ഈ സന്ദേശ ദൈവമക്കളോട് പറയാം, മരുഭൂമിയിലെ ശബ്ദത്തിനും മരുഭൂമിയിലെ വെളിപ്പാടിനും അതിൻ്റെതായ വലിയൊരു കരുത്ത് ദൈവാത്മ നൽകിയിരിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും മരുഭൂ പോലത്തെ അന്തരീക്ഷം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാനീ പറഞ്ഞ ദൂത് അനുഗ്രഹവും ആശ്വാസം വെളിപ്പെട്ട് വരും. അതിനാൽ വാളിന് തെറ്റിയിട്ടുണ്ടെങ്കിൽ മരുഭൂമിയിൽ കൃപ കണ്ടെത്തിയെടുക്കും. അതുകൊണ്ട് മരുഭൂമിയിൽ കൃപ ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠത അനുഭവിക്കുന്നവരെ കർത്താവ് ആദരിക്കട്ടെ. ആരും ആത്മീക തലത്തിൽ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കരുത്. നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അവകാശങ്ങൾ മരുഭൂമിയിൽ ആടെ കണ്ണിൽപ്പെടാതെ വേണം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മരുഭൂമിയിൽ മന്നയ്ക്ക് വളരെ ശ്രേഷ്ഠതയുണ്ട്, ടേസ്റ്റുമുണ്ട്. ആ മരുഭൂമിയിലെ മന്ന അനുഭവിച്ച് ക്രിസ്ത്യജീവൻ നയിപ്പാൻ ദൈവം നിങ്ങളെ പ്രാപ്തനാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.